ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്ത വരികയാണ്. പുതിയ കൺഗ്രാജുലേഷൻസ് കല്യാണി. തൃണമൂൽ കോൺഗ്രസ് ഹാപ്പി ബർത്ത്ഡേ ആനക്കുട്ടി. പുതിയ പാർട്ടി രൂപീകരിക്കും. 100% വിജയം നേടിയ സ്കൂൾ കുട്ടികൾ. ആദ്യം പിആർസിയിലേക്കാണ്. സുനിൽ, എന്താണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട നീക്കം? സുനിൽ, ജയ്പൂരിൽ സ്ഥാനാർത്ഥിയായി ചേർന്നിട്ട് നിർണായകമായ തീരുമാനം പി വി അൻവർ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പി വി അൻവർ തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു. പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ്. അതിന് പി വി അൻവർ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം കേരളത്തിൽ നടത്താൻ പോകുകയാണ്. UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായി അല്പസമയത്തിനകം നിലമ്പൂരിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുകയും സർക്കാരിനോട് കൊമ്പുകോർക്കുകയും പിന്നീട് മാറുകയായിരുന്നു. ആദ്യം DMK-യിൽ ചേരാനുള്ള നീക്കമാണ് പി വി അൻവർ നടത്തിയത്. ഇതിന്റെ ഭാഗമായി ചർച്ചകൾ നടത്തിയെങ്കിലും അതിൽ പുരോഗതി ഉണ്ടായില്ല. പിന്നീടാണ് തൃണമൂൽ കോൺഗ്രസിൽ. നിങ്ങൾ എന്താ മനുഷ്യൻ നോക്കുന്നേ? ഒന്നുമില്ല, ഒരു സാധനം നോക്കുക. തുറക്ക്, വാതിൽ തുറക്ക്. ഒരു കാര്യത്തിനാ. നാശം കളിക്കാൻ സമ്മതിക്കില്ല. എടാ, ഞാൻ എടാ, എന്റെ കമ്പ്യൂട്ടറിലെ റാം എത്രയാ? അച്ഛൻ അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? ഒന്നുമില്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതെല്ലാം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവോ? ഒന്ന് പോയേ. ഞാനൊന്ന് കടയിൽ പോയിട്ട് വരാം. നിന്റെ നഗൽ ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട്. അമ്മയൊന്ന് പോയേ. നിങ്ങൾക്കൊക്കെ എന്താ? നിനക്ക് അങ്ങേരെ പറ്റി എന്തറിയാം? ജീവിതത്തിൽ തോറ്റുപോയിട്ടുള്ള നിന്റെ അച്ഛനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു കാലത്ത് ഈ കേരളക്കര ആകെ അറിയപ്പെടുന്ന ഒരു വലിയ ആളായിരുന്നു നിന്റെ അച്ഛൻ. അങ്ങേരുടെ ഒക്കെ സ്കോഡിട്ട് അത്രയും വരുവോടാ നിന്റെ ഒക്കെ. നിന്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദൈവത്തെ നീ കണ്ടില്ല. അറിയണമെങ്കിൽ ഇടയ്ക്കൊക്കെ നീ അങ്ങേരോട് ഒന്ന് സംസാരിക്കണം. പഴയ ചരിത്രം ഒന്ന് നോക്കിയാൽ മതി, നിന്റെ അച്ഛൻ ആരാണെന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. ഒന്നുമില്ലെങ്കിലും നിന്നെയൊക്കെ ഇതുപോലെ സംസാരിക്കാൻ തണ്ടും തടിയുള്ളവനാക്കിയില്ലേ? അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങേരെന്നും ജയിച്ചവനാണ്. കാലം എത്ര കഴിഞ്ഞാലും ചില ചരിത്രങ്ങൾ മറന്നു പോവുകയില്ല. ആ സിരയിൽ ഒഴുകുന്നത് രാജാവിൻ്റെ രക്തം തന്നെയാണ്. ജയിക്കുവാനായി രാജാവിൻ്റെ മകൻ.